ദേശീയതല ഭാഗമായി നരേന്ദ്രമോദിയുടെയും ഒക്കെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളിലും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ CPM വിട്ടുപോരുകയായിരുന്നു. CPM-മായി ബന്ധപ്പെട്ട് CPM-ന്റെ കൊടിയുടെ നിറം മാറുകയാണ്. ചുവന്ന കൊടിയുടെ നിറം മാറി പച്ചക്കൊടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ആശയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വിട പറഞ്ഞത്. ഭീഷണി ഉണ്ടായി, എൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഞാൻ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തല മത്സരിച്ചിരുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം എൻ്റെ വീട് കയറി ആക്രമിക്കാനുള്ള വലിയ ശ്രമമൊക്കെ ഉണ്ടായി. പിണറായി ഭരണം വട്ടപൂജ്യം എന്നുള്ള വേറെ ഒന്നും പറയാനില്ല. കാരണം സമസ്ത മേഖലയും തകർന്നിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളല്ലാതെ പുതിയ പദ്ധതികളൊന്നും പറയാനൊന്നുമില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി യുവാക്കളാണ് BJP നേതൃത്വത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. SFI സംസ്ഥാന നേതാവായ ഗോകുൽ ഗോപിനാഥ് BJP-യിലേക്ക് ചേർന്നത്. എന്നാൽ 30 വർഷത്തിലധികമായി CPM-ന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ജില്ലാ നേതൃത്വത്തിലടക്കം ഉണ്ടായിരുന്ന ഒരു നേതാവ് അഡ്വക്കേറ്റ് ജ്യോതിസ് BJP-യിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം 30 വർഷത്തിലധികമാണ് CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ഇപ്പോൾ മറുനാടനുമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ BDJS-ന്റെ ഭാഗമാകുന്നത് എപ്പോഴാണ്? 4 വർഷങ്ങൾക്ക് മുൻപാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ആണ് BDS-ൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ദേശീയതല ഭാഗമായി നരേന്ദ്രമോദിയുടെയും ഒക്കെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളിലും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ CPM വിട്ടുപോരുകയായിരുന്നു. CPM-ൽ എത്ര കാലം ഉണ്ടായിരുന്നു? CPM-ൽ 30 വർഷക്കാലം ഉണ്ടായിരുന്നു. CPM-ന്റെ LC മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ DYFയുടെ ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. SFIയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു. SFIയുടെ ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു 4 നൂറ്റാണ്ട് കാലത്തോളം പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. അതിനുശേഷമാണ് ഇടതുപക്ഷത്തോട് വിട പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മനംമാറ്റത്തിന് കാരണമായത്? ഞങ്ങൾ ആദ്യം വന്നപ്പോൾ CPM-ൽ ഉണ്ടായിരുന്ന വലിയ നേതൃനിര ഉണ്ടായിരുന്നു. വലിയ നേതൃനിര എന്ന് വെച്ചാൽ ആദർശവന്മാരും അതോടൊപ്പം തന്നെ ആശയപരമായും ഒത്തിരി മുന്നോക്കം നിൽക്കുന്ന ഒരു വലിയ നിരയുടെ അവരുടെ പ്രവർത്തനങ്ങൾ ആകർഷകമായാണ് CPM-ലേക്ക് വന്നത്. പക്ഷേ അവരെല്ലാം തന്നെ നിലവിൽ കാലയവനേക്കുള്ളിൽ മറഞ്ഞു എന്ന് മാത്രമല്ല, പലരും ഇന്ന് ആ രാഷ്ട്രീയ രംഗത്തില്ല. പുതുതലമുറ ആണ് വന്നിട്ടുള്ളത്. CPM-മായി ബന്ധപ്പെട്ട് CPM-ന്റെ കൊടിയുടെ നിറം മാറുകയാണ്. ചുവന്ന കൊടിയുടെ നിറം മാറി പച്ചക്കൊടിയിലേക്ക് എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ആശയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വിട പറഞ്ഞത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു മനംമാറ്റത്തിന്? നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ദേശീയതയിൽ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ആകെ തന്നെ വിലയിരുത്തുന്ന പ്രവർത്തനമാണ്. അന്ന് പറഞ്ഞ ആശയങ്ങൾ ഇപ്പോൾ കൊയ്ത്തിയന്ത്രം കളയാനാണെങ്കിലും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറയാനാണെങ്കിലും വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ആളുകളെല്ലാം തന്നെ ആ ആശയം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ആശയവുമായി ബന്ധപ്പെട്ട് വരികയാണ്. അതേ ഇതിൽ തന്നെയാണ് അദാനിക്കെതിരെ സമരം ചെയ്തവർ, അംബാനിക്കെതിരെ സമരം ചെയ്തവർ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവരെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കൊക്കെ പച്ച പരവതാനി വിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 വർഷം മുമ്പ് ഞങ്ങൾ ചിന്തിച്ചിടത്തേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് അതേ ആശയത്തിൽ. അതുകൊണ്ട് ആലപ്പുഴയിൽ, ഞങ്ങളൊക്കെ ആലപ്പുഴക്കാരാണ്, പുന്നപ്പുറ വയലാറിൻ്റെ നാട്ടുകാരാണ്. ആലപ്പുഴയിൽ ഇത്തവണ ഉണ്ടായ ശോഭാ സുരേന്ദ്രൻ്റെ മിന്നുന്ന പ്രകടനം അത്തരത്തിലേക്ക് വന്ന മാറ്റത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ്. കേരളത്തിലെമ്പാടും അത്തരത്തിലേക്കുള്ള ഒരു വിജയക്കുതിപ്പിലേക്ക് NDA കടക്കുന്നൊരു ഘട്ടമാണിപ്പോൾ. ആ രീതിയിലേക്കാണ് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതിയും അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ഘടകകക്ഷിയായി മാത്രം മാറാൻ പോകുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതിയും കണ്ടുകൊണ്ടാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പുതിയ മുദ്രാവാക്യം കേരള ജനത ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏകദേശം എത്ര വർഷം CPM-കാരനായി നിന്നു? ഞാൻ 30 വർഷത്തോളം CPM ആയിരുന്നു. എത്ര വർഷമായി BDJS-ന്റെ? 4 വർഷമായി. BDS-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ. പിണറായി ഭരണത്തെ എങ്ങനെ നോക്കിക്കാണും? പിണറായി ഭരണം വട്ടപൂജ്യം എന്നുള്ള വേറെ ഒന്നും പറയാനില്ല. കാരണം സമസ്ത മേഖലയും തകർന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളല്ലാതെ പുതിയ പദ്ധതികളൊന്നും പറയാനൊന്നുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും ഇല്ല എന്ന് മാത്രമല്ല, ഫണ്ടുകളെല്ലാം തന്നെ അത്തരത്തിലേക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്ക് ഫണ്ടുകൾ നൽകിക്കൊണ്ട് പഴയ ജനകീയ ആസൂത്രണം ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതെല്ലാം നടക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അതിനെ പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാൻ, തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്, അതിലെന്തുമാത്രം പണം അത്തരത്തിലേക്ക് തങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആസൂത്രണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു വലിയ പരാജയം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും.
അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പരസ്യമായി ഏറ്റുമുട്ടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് CPM-നെ സംബന്ധിച്ച് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നൊരു വർത്തമാനകാല രാഷ്ട്രീയമാണ് ഇതിന് കാണാൻ പോകുന്നത്. എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും തിരഞ്ഞെടുക്കാതെ ഈ പാർട്ടി തിരഞ്ഞെടുത്തു? BDJS-നെ സംബന്ധിച്ച് അതിൻ്റെ ആശയം സാമൂഹ്യ നീതിയിൽ ഊന്നിക്കൊണ്ടുള്ള ആശയമായിരുന്നു. ആ നിലയിലുള്ള ഒരു വിഭാഗത്തിലുള്ള ആളുകളാണ് അതിലുണ്ടായിരുന്നതെല്ലാം. അപ്പോൾ വലിയ ഭരണ നേട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ന് നാളെ മറ്റന്നാൾ ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല BDJS-ൽ ചേർന്നത്. ആ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ, അത് എന്നോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾ, കോൺഗ്രസിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിലേക്ക് വന്നിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വതന്ത്രമായി ആരുടെയും ഭീഷണിയില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അതിലുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ചേർന്നത്. ഈ പാർട്ടിയിലേക്ക് മാറിയപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി അത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി, ഭീഷണി ഉണ്ടായി. എൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഞാൻ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തല മത്സരിച്ചിരുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം എൻ്റെ വീട് കയറി ആക്രമിക്കാനുള്ള വലിയ ശ്രമമൊക്കെ ഉണ്ടായി. ജനങ്ങൾ അത്തരത്തിലേക്ക് പ്രതിരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഒരു പറ്റം ആളുകൾ മാത്രമാണ്, ഒരു പറ്റം CPM-ലെ ഒരു പറ്റം ആളുകൾ മാത്രമാണ് അത് അതേ രൂപത്തിൽ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വലിയ രൂപത്തിലേക്ക് തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ല ജനബിന്ദുനോട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. രാമലക്ഷ്മണന്മാരെ പോലെയാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയും രാജീവ് ചന്ദ്രശേഖറും പ്രവർത്തിച്ചു വരുന്നത്. കാരണം ഒരു വിജയത്തിൻ്റെ തുടക്കം ഒരു നല്ല കോമ്പിനേഷൻ എന്ന രൂപത്തിലേക്ക് ആ വാക്ക് മാറിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല.